ബഹുമാനരായ ഈ വേദിയിലുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, പ്രിയങ്കരായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഏറെ പ്രിയപ്പെട്ട ഈ സമ്മേളനം ഒരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിജയമാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കടന്നു വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയങ്കരായ സഹപ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഒരു കടലൊഴുകി വന്നതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഈ സാംസ്കാരിക തലസ്ഥാന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആദ്യമേ തന്നെ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില യോഗങ്ങളിൽ നടന്നപ്പോൾ ചില ആളുകൾ ഇവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, തൃശ്ശൂരിൽ ഞങ്ങൾ എന്തൊക്കെയോ മാറ്റം വരുത്താൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞവർക്ക് മുമ്പിൽ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരം ഒരു ചാണകക്കുഴിയാക്കി മാറ്റില്ല എന്നുള്ള ഉറപ്പ് ഈ ജില്ലയിലെയും ഈ സംസ്ഥാനത്തെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ നൽകുന്ന ഒരു വലിയ മഹാറാലിയായി ഈ സമ്മേളനത്തിൻ്റെ റാലി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാരും യൂണിറ്റ് തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെയുള്ള ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരെയുള്ള അതിൻ്റെ പ്രവർത്തന പന്താവിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തെമ്പാടും യൂത്ത് കോൺഗ്രസ്സിന് ഇതൊരു സമ്മേളന കാലമായിരുന്നു. ഈ സമ്മേളന കാലം തന്നെ നമ്മളെ സംബന്ധിച്ചൊരു സമരകാലവുമായിരുന്നു. ആ സമരകാലവും സമ്മേളനകാലവും ഒരുപോലെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇടത്തോട്ട് തിരിയുന്ന പരിവർത്തന ചക്രാങ്കിതമായ ഈ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നുപോയ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇന്നിവിടെ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. ആരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകം? ആരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് ചോദിച്ചാൽ, ഒരു സമ്മേളനം വിളിച്ചാൽ നാട്ടിലിറങ്ങി പണം പിരിച്ചും തെണ്ടിത്തിരിഞ്ഞു പണം പിരിച്ചുമെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പതാക ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രവർത്തകന്മാർ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ കൊടി ചലിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ചുവട് വെക്കുന്നവരാണ് യഥാർത്ഥ യൂത്ത് കോൺഗ്രസ്സുകാരെ എന്ന് ഈ സമ്മേളനം ഇവിടെ ഈ സാംസ്കാരിക നഗരിയിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടേത് ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ഈ കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലും നിരവധിയായ കേസുകൾക്കും നിരവധിയായ സമരങ്ങൾക്കിടയിലെ ഭാഗമായിട്ടുള്ള ജയിലറകളിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുൻകാലങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തുന്ന ഓരോ സഹപ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഇതൊരു ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ കാലഘട്ടമായിരുന്നുവെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ ത്യാഗോജ്വലമായ പ്രവർത്തന കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോയ ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനും ഇന്ന് അഭിമാനത്തിന്റെ ദിനമാണ്. ഇവിടെ ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒരു വേലിയേറ്റം സംഭവിച്ചിരിക്കുകയാണ്. നമ്മളെ ഇല്ലാതാക്കുമെന്നും കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം മുഴക്കുകയും കോൺഗ്രസ് മുക്ത കേരളമെന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നവർക്ക് മുമ്പിൽ ഈ പുരുഷാരം സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് മഴ പെയ്യുന്നൊരു കാലം വരുമെങ്കിൽ അന്ന് ഞങ്ങൾ പറയാം, കോൺഗ്രസ് ഈ രാജ്യത്തിനകത്ത് ഇല്ലാതാകും. ഈ രാജ്യമില്ലാതാകുന്ന ഒരു കാലം വരുമെങ്കിൽ അന്ന് ഞങ്ങൾ പറയാം, ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന നിങ്ങളുടെ മുദ്രാവാക്യം ഒരുപക്ഷെ ഫലിച്ചേക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന ഈ മഹാപ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ പുറകിലേക്ക് നോക്കിയാൽ ഇവിടെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് കാണാം.
ഈ സമ്മേളനം ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ഈ രാജ്യത്തിന്റെ ചെങ്കോട്ടയിൽ ആദ്യത്തെ പതാക ഉയർത്തിയത്? ആരാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്തത്? ആരാണ് ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത്? ഈ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്ന നെഹ്റു ഉണ്ടല്ലോ, ആ നെഹ്റു ഈ നാട്ടിലെ സംഘപരിവാറുകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. 2014 രൂപം കണ്ട ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് ഈ സംഘപരിവാറുകാരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നെഹ്റുവിനെയും അദ്ദേഹത്തിന്റെ ലെഗസിയെയും ഈ രാജ്യത്തെ കോൺഗ്രസിനെയും അതിന്റെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെയും എല്ലാം തള്ളിക്കളയുവാനും ചരിത്രത്തിൽ നിന്ന് വേർപെടുത്താനും ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ അതാ അവിടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ, ധീരദേശാഭിമാനികളെ, നമ്മുടെ ആത്മാഭിമാനത്തെ എല്ലാം തന്നെ നമ്മൾ ഈ സമ്മേളന നഗരിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ സമ്മേളനം ഓരോ യൂത്ത് കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചും അഭിമാനകരമായ ഒരു നിമിഷമാണ്. അതുകൊണ്ട് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന്റെ ഈ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പേരിലും ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടകനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കേരളത്തിന്റെ KPCCയുടെ പ്രസിഡന്റ്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും എൻ്റെ കുട്ടികൾ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ K. സുധാകരൻ അവർകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, ഈ റാലിക്കും ഈ സമ്മേളനത്തിന്റെ യൂണിറ്റ് തലം മുതലുള്ള സമ്മേളന നടപടിക്രമങ്ങൾക്ക് കഴിഞ്ഞ 3-4 മാസക്കാലമായി നേതൃത്വം കൊടുക്കുന്ന, നിരന്തരമായി നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമ്മേളന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ പാലക്കാടിന്റെ ജനപ്രിയനായ MLA പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ MLA ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ ഇന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയന്റെ ഗവൺമെന്റിന് മുമ്പിൽ ഒരു ചാട്ടുള്ളി പോലെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ അവർകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും മുൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന മുൻ പ്രതിപക്ഷ നേതാവായ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ എല്ലാം തന്നെ നിരന്തരമായി കേരളത്തിന്റെ മാധ്യമങ്ങളിലൂടെയെല്ലാം തെരുവുകളിലൂടെയെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വേദിയിലുള്ള പ്രിയങ്കരനായ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കഴിഞ്ഞ ദിവസം ഈ സമ്മേളന നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ സമ്മേളനത്തിന്റെ പതാക ദീപശിഖ ജാഥകളും അതോടൊപ്പം തന്നെ കൊടിമര ജാഥകളും എല്ലാം കടന്നു വരുമ്പോൾ ആ ജാഥാ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാനും ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ ദീപശിഖ കൊളുത്തി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ കടന്നു വന്ന ഓരോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, ഓക്സിജൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് വിശേഷിപ്പിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ശ്രീ BV ശ്രീനിവാസ് അവർകളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം പ്രിയങ്കരനായ AICCയുടെ സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥ് MLA, പ്രിയപ്പെട്ട ശ്രീ റോജി M. ജോൺ MLA, ഈ ജില്ലയിൽ നിന്നുള്ള MP മാരായ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ, സ്വാഗതം സംഘം ചെയർമാൻ ശ്രീ TN പ്രതാപൻ അവർകൾ, പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് MP ഉൾപ്പെടെ സ്വാഗത സംഘത്തിന്റെ വൈസ് വർക്കിംഗ് ചെയർമാനെ പ്രവർത്തിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് വള്ളൂർ ഉൾപ്പെടെ പ്രിയങ്കരനായ ശ്രീ MM ഹസൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.